ഭഗവാന്റെ നാമകരണം വരെയുള്ള ഭാഗമാണ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. അതിനെ തുടർന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എല്ലാം പ്രധാനമാണ് ഭാഗവതത്തിലെങ്കിലും ചില കാര്യങ്ങളിൽ കുറേ കൂടി വ്യക്തത വന്നില്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളെ കൃത്യമല്ലാതെ മനസ്സിലാക്കി വെക്കാറുണ്ട് അല്ലേ? വ്യക്തതയില്ലാത്തതിന് നമുക്ക് കൃത്യത ഉണ്ടാവുമോ? കൃത്യത ഉണ്ടാവില്ല. അതിലെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പം അതിലെ പ്രധാനമായ ഒരു ഘടകം, ഈ ഭഗവാന് ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഉത്തരം മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളതിനെ തെറ്റിദ്ധരിച്ചിട്ട് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള ചില ഭഗവാന്റെ ലീലകളുണ്ട്. അതൊക്കെ ചില ആരോപണ സ്വഭാവത്തോടു കൂടിയിട്ടാണ് ഭക്തന്മാർ പോലും ചിന്തിക്കുന്നത്. അതിലൊരു ലീലയാണ് ഭഗവാൻ കക്കാൻ പോയെന്നുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കും കള്ളൻ എന്ന് വിളിക്കും അല്ലേ? വെണ്ണ കട്ട കള്ളൻ അല്ലേ? വേറൊന്നും കട്ടില്ല, വെണ്ണയെ കട്ടുള്ളൂ, കള്ളൻ എന്ന് വിളിക്കും. നമ്മൾ യഥാർത്ഥത്തിലൊരു യുക്തിയിലും ചിന്തിക്കുക, ഈശ്വരൻ കള്ളനാവുമോ? ആവോ? ആവില്ല. ഉറപ്പാണേ. കള്ളൻ ഒരിക്കലും ഭഗവാനും ആവില്ലാവോ? മാനസാന്തരം വന്ന് ചിലപ്പോൾ പൂർണ്ണമായി മാറും. പക്ഷേ ഇത് മാനസാന്തരം വരുന്നതായിട്ട് പറയുന്നില്ല, ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അല്ലേ? എന്നിട്ട് നമ്മൾ കള്ളാന്ന് പറയും. അപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ നമ്മുടെ ഈ വിളിയിലും ആ പ്രവൃത്തിയിലും ഇല്ലേ? പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും ഭഗവാന്റെ മുമ്പിൽ പോയി നാമം പാടുമ്പോഴും വെണ്ണ കട്ട ഒരു കള്ളനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാടുന്നത് അല്ലേ? പാടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. സ്നേഹം കൊണ്ട് ചിലപ്പോൾ കള്ളാന്നോ കുറുമ്പാന്നൊക്കെ വിളിക്കുക, അതൊക്കെ സ്നേഹം കൊണ്ട് വിളിക്കാം. പക്ഷേ ഇവിടെ ഒരു ആരോപണ വിഷയമുണ്ട്. സ്നേഹം കൊണ്ട് വെറുതെ വിളിച്ച വിളിയാണോ? നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടി ഒന്നും കട്ടില്ലെങ്കിൽ പോലും സ്നേഹം വരുമ്പോൾ ആ കള്ളാ കൊച്ച എന്നൊക്കെ വിളിക്കത്തില്ലേ? ഇതങ്ങനെ വിളിച്ച വിളിയാണോ? അല്ല. ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താ വിഷയം? ഗോപികമാരുമായി ബന്ധപ്പെട്ട് അല്ലേ ഭഗവാന്റെ ലീലയിലെ ഒന്നാണ് ഈ വെണ്ണ അപഹരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ക്ഷേത്രമൂർത്തി രണ്ട് കൈകളിലും വെണ്ണ വാരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് അല്ലേ? നവനീതം, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട. എന്താണ് ഇത്രയും പ്രിയം വെണ്ണയോട് വരാൻ കാരണം? എപ്പോഴെങ്കിലും അകത്തോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടോ എന്തിനാ ഈ രണ്ട് കൈയിലും വെണ്ണയും വാരി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന? കൈ അഴക്കില്ലേ? എന്താ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചിലതൊക്കെ ചോദിക്കണം കേട്ടോ ഈശ്വരനോട്. ഈ ചോദിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ ചോദിച്ചാൽ ഭഗവാൻ കേൾക്കില്ല എന്നുള്ളൊരു തലം നമുക്കുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് അത്രയും മനസ്സിൽ ബന്ധം വരാത്തത് കൊണ്ടാണ്. ഭഗവാനോട് ചോദിക്കണം. ചോദിച്ചാൽ ഭഗവാൻ തീർച്ചയായും അതിനുള്ള ഉത്തരം നേരിട്ട്. അപ്പോൾ ചോദിക്കും വിഗ്രഹം സംസാരിക്കും. വിഗ്രഹം സംസാരിക്കത്തില്ല, പക്ഷേ അതിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ. നിങ്ങൾ ചോദിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ആരെങ്കിലും നിങ്ങളെ തടഞ്ഞു നിർത്തിയെങ്കിലും അതിന് ഉത്തരം തരും. അത് യാഥാർത്ഥ്യമാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ ഒരിക്കലും തന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കണം. നമ്മളിവിടെ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞു, ധ്രുവൻ്റെ ചരിതം പറഞ്ഞു ഭഗവാനെ കാണാൻ വേണ്ടി 5 വയസ്സിൽ തപസ് ചെയ്യാൻ പോയ ധ്രുവൻ അറിയില്ല തപസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, നാമം ജപിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഭഗവാനെ തപസ് ചെയ്യാൻ പോയത്. അവിടെ എന്താ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത്? ഭഗവാൻ അങ്ങ് ദത്തെടുക്കുക ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഭഗവാനെ അറിയാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, പൂർണ്ണമായും അവർ ഭഗവാനെ അറിയണമെന്ന് മോഹിച്ചാൽ ഭഗവാൻ അങ്ങോട്ട് ആളിനെ വിടും, അവനെ ഇങ്ങോട്ടിഞ്ഞ് കൊണ്ടുവരാൻ. അങ്ങനെയാണ് നാരദ മഹർഷി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത്. ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ഏതാ? ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ആർക്ക് ഉപദേശിച്ചതാ? ആർക്ക് ഉപദേശിച്ചതാ ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം? നാരദ മഹർഷി? ശ്രീകൃഷ്ണോ? ഉറക്കപ്പറ, കേട്ടില്ല. ധ്രുവൻ ഉപദേശിച്ചതാണ്. മനസ്സിലായില്ലേ? മുമ്പേ പറഞ്ഞ ഭഗവാൻ അങ്ങോട്ട് പോയിട്ട് ഏറ്റെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഭാഗവതത്തിൻ്റെ ആ 12 സ്കന്ധങ്ങളുടെ മഹാചൈതന്യത്തെ നിറഞ്ഞു നിർത്തിയ മന്ത്രം കിട്ടിയത് 5 വയസ്സുള്ള ധ്രുവനാണ്. ആ ധ്രുവൻ്റെ യോഗ്യത എന്തായിരുന്നു? ഈ മന്ത്രം കിട്ടാനുള്ള യോഗ്യത ഭഗവാനെ നേടുമെന്നുള്ള നിശ്ചയദാർഢ്യം മാത്രമാണ്. മനസ്സിലായില്ലേ? വേറൊന്നുമില്ല. ഭഗവാനെ നേടിയേ ഞാൻ അടങ്ങൂ എന്നുള്ള ദൃഢമായ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഭഗവാനെ സ്വന്തമാക്കാനുള്ള ക്വാളിഫിക്കേഷൻ. വേറൊന്നുമില്ല. ഈശ്വരനെ സ്വന്തമാക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനെ നേടണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം വേറെ എന്തെങ്കിലും കാര്യം ഇടയ്ക്ക് വരുമ്പോൾ മാറ്റിവെക്കാൻ പാടില്ല.
നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലും വന്നാൽ മാറ്റി വെക്കൂല്ലേ? ഇല്ലേ? വെക്കാറില്ലേ ചിലപ്പോൾ? നമുക്കതിനേക്കാൾ പ്രിയപ്പെട്ട ചിലത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് മാറ്റി വെക്കും. ഇവിടെ ഭഗവാനെ നേടാനുള്ള ആഗ്രഹം ധ്രുവൻ ഒന്നും കൊണ്ടും മാറ്റി വെച്ചിട്ടില്ല. നാരദർ വന്നതുപോലും ധ്രുവനെ മാറ്റി ചിന്തിപ്പിക്കാനാണ്. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, വളരെ പ്രയാസമാണ്. നല്ല ഭക്ഷണം കിട്ടത്തില്ല, കിടന്നുറങ്ങാൻ നല്ല സ്ഥലം ഉണ്ടാവില്ല, രാത്രിയിൽ നല്ല കൊടും തണുപ്പൊക്കെ ആയിരിക്കും, വനത്തിൽ സുഖമായി മൂടിപ്പൊതച്ച് കിടക്കാൻ പറ്റില്ല. കൊച്ചുകുട്ടിക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടം, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ഇതൊക്കെയല്ലേ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ പ്രായത്തിലുള്ള ഒരു സുഖവും ലഭിക്കില്ല, അതിനേക്കാൾ വലിയ കഷ്ടപ്പാടുകളാണ് ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ധ്രുവൻ എന്തു പറഞ്ഞു? എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലല്ലേ? ആ ഒരൊറ്റ തീരുമാനത്തിൽ ഉറച്ച ധ്രുവനിലാണ് നാരദർ മന്ത്രം കൊടുക്കുന്നത്. നമ്മളും ആ ബോധത്തിൽ ഉറയ്ക്കണം. അപ്പം അതുമാത്രമാണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ സാധിക്കുന്ന ഒന്ന്, അതുമാത്രമാണ്. അപ്പം ഇവിടെ നമ്മൾക്കും ഭഗവാനോട് ചിലതൊക്കെ ചോദിക്കാം. ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവ കഥയുണ്ട്. ഭഗവാനോടുള്ള ബന്ധം എങ്ങനെ വരെ ദൃഢമാകാമെന്നുള്ളതിനെക്കുറിച്ച്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പണ്ട് കാലത്ത് അവിടുത്തെ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരിക്ക് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ശ്രാദ്ധ സംബന്ധമായ കാര്യവുമായി വളരെ ദൂരേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. ഇന്നിപ്പോൾ കാണുന്ന കണക്ക് 10, 20, 30 തിരുമേനിമാരൊന്നും അന്നത്തെ കാലത്ത് ഒരാളേ ഉള്ളൂ, മനസ്സിലായില്ലേ? പൂജ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ പൂജ മുടക്കാനും പറ്റില്ല. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം തൻ്റെ മകനെ പൂജയ്ക്ക് വേണ്ടി അവിടുത്തെ ഏൽപ്പിച്ചു. കൊച്ചുകുട്ടിയാണ്, പൂജയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു. പൂജയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും പൂജ ഇന്നുവരെ ചെയ്തിട്ടില്ല. പക്ഷേ തനിക്ക് പോകേണ്ട സ്ഥലത്ത് പകരക്കാരനെ കിട്ടാഞ്ഞിട്ട് ഈ കുട്ടിയെ പൂജയ്ക്ക് ഏൽപ്പിച്ചു. കുട്ടി പൂജയ്ക്ക് വേണ്ടി തയ്യാറായി. അങ്ങനെ ഭഗവാന്റെ ഉച്ചപൂജയ്ക്ക് വേണ്ടി പടച്ചോറൊക്കെ തയ്യാറാക്കിയിട്ട് ഈ പടച്ചോറുമൊക്കെ ആയിട്ട് നേരെ ശ്രീലകത്ത് കയറി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ചോറൊക്കെ വെച്ചിട്ട് പൂജ തുടങ്ങി. പൂജ തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ട് കുട്ടി നോക്കിയിട്ട് ചോറ് കഴിക്കാൻ ഗുരുവായൂരപ്പൻ വരുന്നില്ല. മനസ്സിലല്ലേ? കുട്ടിയുടെ ധാരണ ഭഗവാന് വേണ്ടി ഒരുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ ആര് കഴിക്കുമെന്നാണ്? ഭഗവാൻ കഴിക്കുമെന്നാണ്. കുട്ടി അവസാനം ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, എന്തേ ഞാൻ പൂജ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നീ ഇത് കഴിക്കാത്തത്? മനസ്സിലായില്ലേ? അച്ഛൻ പൂജയ്ക്ക് വരാത്തതിൻ്റെ പേരിൽ പിണക്കമാണോ? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടും അനക്കമൊന്നുമില്ല. ഈ ചോറ് തീർന്നില്ല. കുട്ടിയുടെ ധാരണ താൻ ചെയ്ത പൂജ ശരിയായിട്ടില്ല, ഈ ചോറ് ഗുരുവായൂരപ്പൻ കഴിച്ചില്ല എങ്കിൽ ചിലപ്പോൾ തൻ്റെ പൂജ മോശമാണെന്ന് എല്ലാവരും വിചാരിക്കും എന്നൊക്കെയുള്ള വിഷമത്തിലായി കുട്ടി. അതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവസാനം ഗുരുവായൂരപ്പനോട് ചോദിച്ചു, അല്ല കണ്ണിമാങ്ങ അച്ചാർ ഇല്ലാത്തതുകൊണ്ടാണോ? കാര്യം വീട്ടിലില്ലത്ത് കണ്ണിമാങ്ങ കൂട്ടിയിട്ടാണ് കുട്ടി കഴിക്കുന്നത്. അതില്ലാത്തത് കൊണ്ടാണ്, കാരണം താൻ കഴിക്കുന്ന അതേ വസ്തുക്കളില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലത്തുനിന്ന് കണ്ണിമാങ്ങ അച്ചാർ കൊണ്ടു തരാം കേട്ടോ, നീ കഴിക്ക്, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ, ഞാൻ എത്ര നിന്നോട് പറയുക, ഒന്ന് കഴിക്ക് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടി ചോദിക്കുന്നുണ്ട്, നിനക്ക് തൈരില്ലാത്തതുകൊണ്ടാണോ? മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോന്ന് എന്ത് വേണമെന്ന് നീ പറഞ്ഞാൽ ഞാൻ അതൊക്കെ വീട്ടിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് തരാം, അങ്ങനെങ്കിൽ നീ ഒന്ന് കഴിക്കുക, അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ എന്നെ വഴക്കു പറയും. മനസ്സിലായില്ലേ? ഞാൻ നല്ലതുപോലെ പൂജ ചെയ്തില്ല എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞ് ഈ കുട്ടി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കണ്ണുനീർ വാർത്ത് വാർത്ത് കുട്ടി അവിടെ കുറേ നേരം ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ കുട്ടി ഞെട്ടിപ്പോയി, പാത്രത്തിൽ ചോറൊന്നുമില്ല, പാത്രം കാലിയായി. കുട്ടിക്ക് സന്തോഷമായി, കാരണം വേറെ ആരും അവിടെ കയറിയിട്ടില്ലല്ലോ. അമ്പലം അടച്ചിരിക്കുക, അകത്താണ് ഈ പ്രക്രിയയൊക്കെ നടക്കുന്നത്. കുട്ടി കാലിയായ പാത്രം എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ അവിടുത്തെ കഴകോ അടിച്ചുകളിക്കാരൊക്കെ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഭഗവാന് നേദിച്ച് കിട്ടുന്ന ചോറ് കൊണ്ടുപോയ വീട്ടിലെ ഭക്ഷണമാക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് അത്രയും പാവത്തങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഈ പടച്ചോറ് കാത്തു നിൽക്കുക, അതിൽ നിന്ന് വേണം അവരുടെ പങ്ക് മേടിച്ച് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ, അവർക്ക് കഴിക്കാൻ. അങ്ങനെ നോക്കുമ്പോഴാണ് കാലിപ്പാത്രമായിട്ട് വരുന്നത്. ഇവർക്ക് ദേഷ്യമായി, ആഹാ നീ എന്തൊരു വൃത്തികേടാടാ കാണിച്ചെന്ന് കഴിഞ്ഞ് ആ കുട്ടിയുടെ നേരെ അങ്ങ് ചൂടാവാൻ തുടങ്ങി. ഞങ്ങളൊക്കെ ഇവിടെ വിശന്നിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തരേണ്ട പങ്കും കൂടി നീ അമ്പലം അടച്ച് അകത്ത് കയറിയിരുന്ന് കഴിച്ചിട്ടുണ്ടോ? അതും ക്ഷേത്രത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ച നീ ആ ക്ഷേത്രത്തെ അശുദ്ധമാക്കി എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അങ്ങ് ശകാരിക്കാൻ തുടങ്ങി. കുട്ടിക്ക് വീണ്ടും കരച്ചിൽ തുടങ്ങി, കാരണം പുറത്തുള്ളവരുടെ വഴക്ക് തുടങ്ങി. ഞങ്ങളൊക്കെ ഈ ഇല്ലത്ത് കൊണ്ടുപോകാൻ ഇനി എന്താ ഉള്ളത്, ഞങ്ങളെ നീ പട്ടിണിക്കാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ദുഷ്ടാന്ന് വരെ കുട്ടിയെ വിളിച്ചു. ഇതെല്ലാം കഴിഞ്ഞ്
ഈ കുട്ടിയൊന്നും പറയാനൊട്ട് സമ്മതിക്കുന്നുമില്ല. നിൻ്റെ അച്ഛൻ ഇന്ന് വരട്ടെ, അച്ഛനോട് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അവസാനം. അങ്ങനെ അച്ഛൻ വന്നു, അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അച്ഛനും ഇത് കേട്ടപ്പോൾ സാധാരണ തലത്തിൽ തന്നെ അച്ഛനും ചിന്തിച്ചു. അച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, നീ എന്തൊരു പണിയാണ് കാണിച്ചത്? നിന്നെ ഞാൻ പൂജ ഏൽപ്പിച്ചത് ഭഗവാനെ പൂജിക്കല്ല, കട്ട് തിന്നാനാണോടാ, പേരുദോഷം കേൾപ്പിച്ച് ചോദിച്ച് അച്ഛൻ ചൂരൽ കമ്പ് വലിച്ചൂരിക്കൊണ്ടുവന്ന് അടിക്കാനായിട്ട് പിടിക്കുമ്പോൾ ശ്രീലകത്ത് നിന്നൊരു അശരീരി കേട്ടു, ഉണ്ണിയെ തല്ലണ്ട കേട്ടോ, ഉണ്ണിയെ തല്ലുന്നത് ചോറ് തിന്നിട്ടാണെങ്കിൽ എന്നെ വേണമെങ്കിൽ തല്ലിക്കോ. മനസ്സിലായില്ലേ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ അത് പൂജിച്ചു എന്ന് പറയുന്ന ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂരമ്പലത്തിൽ. കാരണം എന്താ? നിറഞ്ഞ മനസ്സോടെ ഭക്തൻ്റെ എല്ലാ വാക്കുകളും ആര് കേൾക്കും? ഭഗവാൻ കേൾക്കും. പക്ഷെ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ ഭഗവാനോട് സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാനോട് നമ്മൾ സംസാരിക്കണം. എന്തിനാ ഭഗവാനെ ഈ രണ്ട് കയ്യിലും വെണ്ണയും കൊണ്ട് നിൽക്കുന്നത്? ചോദിക്കണം. ഇതൊക്കെ ഭഗവാനല്ലാതെ പിന്നെ ആരാ പറഞ്ഞു തരുന്നത്? നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ഭഗവാനാണ്. ശരിയല്ലേ? അത് ആരുടെയെങ്കിലും രൂപത്തിലൂടെ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗുരുവിന് പ്രത്യേകിച്ച് താടിയും മുടിയൊക്കെ വളർത്തി പ്രത്യേകിച്ച് രൂപവും കോലമൊന്നുമില്ല. ഭാഗവതത്തിൽ തന്നെ 24 ഗുരുക്കന്മാരെ കുറിച്ച് അവസാനം പറയും. അങ്ങനെ പറയുമ്പോൾ പ്രകൃതിയിലുള്ള ഓരോന്നിനെയും ഗുരുവായി സ്വീകരിച്ചിട്ടാണ് ദത്താത്രേയൻ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഏറ്റവും മോശപ്പെട്ടതെന്ന് പറയുന്ന വ്യക്തിയെപ്പോലും ഗുരുവായിട്ട് ചില അനുഭവത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ചില ജീവികളെ ഗുരുവായി പറയുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ജിജ്ഞാസുക്കളായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? നല്ല രീതിയിലുള്ള ജിജ്ഞാസുക്കളായി മാറിയാൽ മാത്രമേ നമ്മളിലേക്ക് ശരിയായ അറിവ് പ്രവഹിക്കുകയുള്ളൂ. വേണ്ടേ ശരിയായ അറിവ്? വേണോ വേണ്ടയോ? മനസ്സിലായില്ലേ? ശരിയായ അറിവ് നമ്മളിലേക്ക് വരണമെങ്കിൽ നല്ല ജിജ്ഞാസുക്കളായി അറിയാൻ ആഗ്രഹമുള്ളവരായി നമ്മൾ മാറണം. അറിയാൻ ആഗ്രഹമുള്ളവരായി മാറിയാൽ മാത്രമേ ഭഗവാനും നമ്മളോട് കാരുണ്യം തോന്നത്തുള്ളൂ. മനസ്സിലായോ? എന്നെക്കുറിച്ച് ഭഗവാൻ അങ്ങനെയാണ്. ആരേത് തരത്തിലാണോ മോഹിക്കുന്നത് അവൻ അതെല്ലാം കൊടുക്കും. മനസ്സിലായില്ലേ? ചിലർ അമ്പലത്തിൽ പോകുന്ന ഉണ്ണിയപ്പം കഴിക്കാനാണെങ്കിൽ ഭഗവാൻ അവന് ജീവിതകാലം മുഴുവൻ ഉണ്ണിയപ്പം കൊടുക്കും, അറിവ് കൊടുക്കില്ല. മനസ്സിലായില്ലേ? പലരും പല കാര്യത്തിനാണ് പോകുന്നത്. ഇപ്പോൾ കൊച്ചു കുട്ടികളോടൊക്കെ ചോദിച്ചാൽ പറയും എന്തിനാണെന്ന് വെച്ചാൽ അവർ പറയും ഉണ്ണിയപ്പം പായസവും കഴിക്കാനാണെന്ന്. ശരിയല്ലേ? ശരിയാണ്. ഞാനും ഒക്കെ കുട്ടിക്കാലത്തൊക്കെ പോയ പണ്ട് ഈ മണ്ഡലമാസത്തിൽ വൃശ്ചിക ചിറപ്പായി കഴിഞ്ഞാൽ അടുത്തുള്ള അമ്പലത്തിൽ ഒരമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലോട്ട് ഓട്ടോ. ഇവിടെ ഇവിടെ പായസമാണെങ്കിൽ അടുത്തടുത്ത് പോയി കഴിഞ്ഞാൽ അവലൂത്തത് കിട്ടും, അടുത്തടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് കിട്ടും. മനസ്സിലായില്ലേ? പക്ഷെ അതൊക്കെ ആ ഒരു തലത്തിലാണ്. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് വളരണം. മനസ്സിലായില്ലേ? ഇപ്പം ഈ വളർച്ച നമുക്കില്ല. അന്നും വയറ് നിറയ്ക്കാൻ പോയി, ഇന്നും വയറ് നിറയ്ക്കാൻ പോയി, എന്നും വയറ് നിറയ്ക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഭഗവാന്റെ ആ ഒരു കാരുണ്യം കിട്ടുമോ? മനസ്സിലായില്ലേ? ചിലർ ഭഗവാന് വേണ്ടി പാൽപ്പായസം നടത്തും. പാൽപ്പായസമൊക്കെ നടത്തിയിട്ട് തിരിച്ച് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി പുറത്തോട്ടിറങ്ങിയിട്ട് പാത്രം തുറന്നു വന്ന് നോട്ടമുണ്ട്. എന്താ? 100 രൂപ കൊടുത്തത് എന്നിട്ട് ഇത്രയേ ഉള്ളോ? മനസ്സിലായില്ലേ? കഴിച്ചത് ഭഗവാന് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയിട്ടാണോ? ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില കമ്മിറ്റിക്കാരെ കുറിച്ച് അല്ലെങ്കിൽ അമ്പലത്തക്കത്തിൽ പോകുമ്പോൾ ഭക്തജനങ്ങളുടെ പരാതിയാണ്. ഒന്നും പറയേണ്ട തിരുമേനി, പണ്ടൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നും പറയേണ്ട സാറേ, പണ്ടൊക്കെ ആയിരുന്നെങ്കിലുണ്ട് ഒരു അർച്ചന നടത്തിയ വലിയ പഴമായിരുന്നു, ഇപ്പം പഴം വരെ ചെറുതാ, പൈസ കൂടുതൽ. മനസ്സിലായില്ലേ? വസ്തുവിൻ്റെ അളവ് നോക്കി അല്ലേ ആ അവസ്ഥയിലൊക്കെ ചിന്തിക്കും. ഇപ്പോൾ ഈ സപ്താഹ യജ്ഞത്തിൽ വിഭവസമൃദ്ധമായ സദ്യ മാറ്റിയിട്ട് വിശക്കുന്നവനൊരു കഞ്ഞിയും പയറും കൊടുക്കുക എന്ന് വെച്ചു നോക്കെ. പുറത്തിറങ്ങിയുന്ന ഇതേ ഭക്തന്മാരോട് എന്തോന്ന് സപ്താഹം, വെറും കഞ്ഞിയും പയറും കൊടുക്കല. എന്താ കാരണം? അവിടെ ഭാഗവതം പറയുന്നില്ലയോ? ഭാഗവതനെ കുറിച്ചൊന്നുമല്ല വിഷയം. വിഷയം ചർച്ച വരുന്ന ഏതിനകത്താ? പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ? അതൊരു ഘട്ടം വരെയൊക്കെ ശരിയാ. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് വളരണം. നമ്മുടെ ജിജ്ഞാസ ഉണ്ടാവണം. ഭഗവാനെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് തന്നെ ചോദിക്കാം. ചോദ്യത്തിന് ഉത്തരം ആരെങ്കിലും തരും. മനസ്സിലായില്ലേ? അത് തരാൻ ഈശ്വരൻ വഴി ഒപ്പിച്ച് നമുക്ക് മുമ്പിലേക്ക് എത്തിക്കും. അതാണ് അതിൻ്റെ രീതി. ശരി, ഇവിടെ ഭഗവാന്റെ വെണ്ണാപഹരണത്തിലേക്ക് നമുക്ക് ഒന്ന് നേരിട്ട് പ്രവേശിക്കാം. ഇവിടെ ഈ വെണ്ണാപഹരണത്തെ പോലെ തന്നെ ഉള്ള ഒരു
ആരോപണമുള്ള ലീലയാണ് പിന്നീട് കടന്നു വരും വസ്ത്രാപഹരണം, അല്ലേ? രണ്ടും അപഹരണമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു ലീല കൂടി, ഒരു രാസലീല. ഗോപികമാർ ഒരു യമുനാതീരത്ത് വിളിച്ചു കൊണ്ടുപോയി ആനന്ദ നടനമാടിയ രാസലീല. ഈ 3 ലീലയിലും ഓപ്പോസിറ്റ്, ഒരു ഭാഗത്ത് ഭഗവാനും മറുഭാഗത്താരാ? ഗോപികമാരാ. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കാം ഈ 3 ലീലയെ നമ്മൾ ചെറിയ നെഗറ്റീവായി ചിന്തിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒളിച്ചുകളിയാണല്ലോ പ്രധാന നാട്ടിലെ ചർച്ചാ വിഷയം. ഇവിടെ ഗോപികമാരാണ് ഒരു ഭാഗത്തുള്ളത്. ഈ 3 ഭാഗത്തും ഗോപികമാർ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ 3 ലീല. ഈ 3 ലീലകൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ പരമമായ ജ്ഞാനത്തിലേക്ക് ഗോപികമാരെ ഉയർത്തിയ, മനസ്സിലായില്ലേ, ഒരു ഉന്നതമായ തലത്തിലേക്ക് ഭഗവാൻ ഗോപികമാരെ ഉയർത്തിയ വിഷയങ്ങളാണ് ഈ 3 എണ്ണവും. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് ഗോപികമാരെ ഉയർത്തിയെന്ന് വെച്ചാൽ ഭഗവാനെ ഏറ്റവും കൂടുതൽ നേടാൻ ആഗ്രഹിച്ചവരാരാ? ഗോപികമാരാ, അല്ലേ? അങ്ങനെ നേടാൻ ആഗ്രഹിച്ച ഗോപികമാർക്ക് ജീവിതകാലം മുഴുവനും ഭഗവാന്റെ നേരിട്ടുള്ള സാമീപ്യം ഭഗവാൻ കൊടുത്തോ? പ്രത്യക്ഷത്തിൽ ചോദിച്ച് നോക്കിയാൽ കൊടുത്തോ? കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? കംസവധത്തിന് പോകുന്ന സമയത്ത് അന്ന് ഗോപികമാരുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടാണ് പോയത്. അപ്പോൾ ആ അവസ്ഥയിൽ അത്രയും ആഗ്രഹിച്ചവരിൽ നിന്ന് അകന്നു പോയാൽ അവർക്ക് വലിയ ദുഃഖം വരില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആ ദുഃഖം അനുഭവിക്കാതിരിക്കാൻ താൻ ഒരിക്കലും വേറിട്ട് പോകുന്നതല്ല, എല്ലാവരുടെയും ഉള്ളിൽ അന്തർയാമിയായി സദാസമയത്തും താൻ നിലനിൽക്കുന്ന പരമസത്യമാണെന്ന ഉത്തമ ബോധ്യത്തിലേക്ക് ഭഗവാൻ ഗോപികമാരെ ഉയർത്തി ആ നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ 3 വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കിയത്. മനസ്സിലല്ലേ? ത്രിവിധ പദ്ധതികളാണ്. നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറയുന്നത് ത്രിവിധ പദ്ധതികൾ. ആദ്യത്തെ പദ്ധതിയാണ് വെണ്ണാപഹരണം, അല്ലേ? ഈ വെണ്ണാപഹരണത്തിൽ വെണ്ണ ഭഗവാൻ അപഹരിച്ചു എന്നുള്ള പരാതി ആരുടെ മുന്നിലാണ് ഉന്നയിക്കുന്നത്? ഭഗവാന്റെ അടുത്താണോ യശോദ അടുത്താണോ? യശോദ അടുത്താണ്, അല്ലേ? ജഡ്ജി ആര്? യശോദയാണ്. പ്രതിയായിട്ട് നിൽക്കുന്നത് ആരാ? ഭഗവാനാണ്. വാദിയോ? ഗോപികമാരാണ്. എല്ലാ ദിവസവും, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല, എല്ലാ ദിവസവും യശോദയ്ക്ക് കേൾക്കേണ്ട ഒരാരോപണമാണ്, യശോദയെ, നിനക്കൊരു കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? നിൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ, ഗുരുത്തം കെട്ട ഒരുത്തനെ കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനമില്ല. എന്താ കാരണം? ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന വെണ്ണ മുഴുവൻ, അല്ലേ, എടുത്തുകൊണ്ട് പോകുന്നത് നിൻ്റെ മോനാണ്. ഏതെങ്കിലും അമ്മമാർ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞ് അയലത്തെ വീട്ടിൽ പോയി മോട്ടിച്ചു എന്ന് പറഞ്ഞ് അവർ പരാതിയായിട്ട് വന്നാൽ അത് സഹിക്കുമോ? മോനെ നീ മിടുക്കനാടാ, നാളെ പോയി ഇച്ചിരിയും കൂടെ വലുതെടുക്കണമെന്ന് പറയുമോ? സഹിക്കുമോ? ഒരിക്കലും സഹിക്കില്ല. അപ്പോൾ ഒരമ്മയ്ക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ദുഃഖമല്ലേ യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ പ്രവൃത്തി കൊണ്ട് യശോദയ്ക്ക് കൊടുക്കുന്നത്? ഇതെന്തിനാണെന്നറിയോ? യശോദയുടെ നല്ല തല്ല് മേടിക്കണമെന്നൊരാഗ്രഹം കൃഷ്ണനുണ്ട്. മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ, രാമാവതാര കാലത്ത് ഒരടി പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൃഷ്ണാവതാര കാലത്ത് അടി മുഴുവൻ മേടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കുഞ്ഞമ്മയുടെ അടുത്ത് വളരുമ്പോൾ ശാസനയും സ്നേഹവും ഒരുപോലെ ലഭിക്കണം. മനസ്സിലായില്ലേ? ശാസനയും കൊടുക്കണം. ചില അമ്മമാർ പറയും ഞാൻ ശാസിക്കും. അങ്ങനെയല്ല, ശാസനയും വേണം. ശാസന ഒരിക്കലും തെറ്റല്ല, ആണോ? ശാസനയും കൂടി വേണം. ഇപ്പോൾ കൃഷ്ണാവതാര കാലത്ത് ആ ശാസനയുടെ നല്ല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. ഇനി ഈ വരുന്ന ഗോപികമാർ കേവലം ഒരു വെണ്ണയുടെ പേരിലാണെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന, അല്ലേ, ഈ ഗോപികമാരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ കൃഷ്ണൻ. അത്രയും സ്നേഹിക്കുന്ന കൃഷ്ണനെ ഒരു വെണ്ണയുടെ പേരിൽ മോശക്കാരനാക്കി തല്ലുകൊള്ളിപ്പിക്കുന്ന തെറ്റല്ലേ? അല്ലേ? ഒരു വെണ്ണയുടെ പേരിൽ മോശക്കാരനാക്കി അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളിപ്പിച്ചിട്ട് ഈ കൃഷ്ണനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈരുദ്ധ്യം ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിൻ്റെ മറുഭാഗം മറ്റൊരു കാര്യം ചോദിച്ചാൽ വെണ്ണ മാത്രമാണോ പ്രശ്നം? അല്ല. ഗോപികമാരുടെ പ്രശ്നം വെണ്ണ മാത്രമല്ല. ഈ വെണ്ണ എടുക്കുമ്പം ഭഗവാൻ ഇതിനോട് ചേർത്തിട്ടൊരു കാര്യം കൂടി ചെയ്യും. ഗോപികമാർ അതും കൂടെ പറയുന്നത്, വെണ്ണ എടുക്കുന്നത് സഹിക്കാം, ഇരിക്കുന്ന കലം കൂടി പൊട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? വെണ്ണ എടുക്കാൻ ആരാണ് കയറിയെന്ന് തിരിച്ചറിയാൻ കൃത്യമായ തെളിവെന്ന് പറഞ്ഞാൽ കലം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതാരാ? കൃഷ്ണ.
കലം പൊട്ടിയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണ്. ഇനി ഇങ്ങനെയുള്ള പരാതി വന്നു കഴിയുമ്പോൾ യശോദ എന്തു ചെയ്യും? ഇതെല്ലാം കേൾക്കും. തൻ്റെ കാതുകളിൽ ആ പരാതി നിലയ്ക്കണമെങ്കിൽ യശോദയ്ക്ക് പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ. വേറൊന്നുമല്ല, അവരെ മുമ്പിൽ വെച്ച് കൃഷ്ണനെ പിടിച്ചു നിർത്തി തല്ലുക. അവസാനം അവർ പറയും, യശോദ നീ ഒന്ന് അടങ്ങടി, ഞങ്ങൾ വന്നത് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്രയും അടിക്കാവോ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് അവരെ യശോദയെ വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോകും അവസാനം. ഇതാണ് യശോദയുടെ ആ ഒരു ഭാവം. കാര്യം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ കാതുകൾക്ക് ശക്തിയില്ലാത്തൊരവസ്ഥ വരും അല്ലേ, സ്വന്തം കുഞ്ഞിനെ കുറിച്ചിട്ടാണ്. പിന്നെ അവരെ കൊണ്ട് നിങ്ങളൊന്ന് നിർത്ത്, ഞാനത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവർ ചോദിക്കും, ഇന്ന് നീ ഇത് പറയും, നാളെ വീണ്ടും പറയാം, അടുത്ത ആൾ വരും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം യശോദ ചെയ്യുന്നതാ, ഇവർ നിർത്തണമെങ്കിൽ ഇവരുടെ മനസ്സ് നോവുന്ന രീതിയിൽ കൃഷ്ണനെ അടിക്കണം. മനസ്സിലായോ? അതിനാണ് യശോദ പിന്നെ കൃഷ്ണനെ പിടിച്ചു നിർത്തി അടിയും തുടങ്ങും. ഇനി അടിക്കാൻ പിടിക്കുന്ന സമയത്ത്, ഈ അടി കൊടുക്കുന്ന സമയത്തും കൃഷ്ണൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും. കൃഷ്ണൻ പറയും, അമ്മേ, അമ്മയുടെ മകൻ കട്ടിട്ടില്ല, അമ്മയുടെ മകൻ കക്കില്ലമ്മേ. അമ്മയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? അമ്മ നല്ല ആളാണ്, അതുകൊണ്ട് അമ്മയുടെ മകൻ കക്കില്ല. അപ്പോൾ അമ്മയൊന്ന് സുഖിപ്പിച്ചു. ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ആർക്കറിയാം? ഭഗവാൻ അറിയാം. മനസ്സിലായില്ലേ? ഓരോ ആൾക്കാരെയും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാം. ശരിയല്ലേ? വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അമ്മയുടെ മകൻ കക്കില്ല, അമ്മയുടെ മകൻ കക്കുവോ, അങ്ങനെ ചെയ്യുമോ? അമ്മയ്ക്കറിയില്ല അമ്മയുടെ മകനെ. അമ്മയുടെ മകനെ കള്ള എന്ന് ഇവർ വന്ന് പറയുന്നത് അമ്മയെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയെ തിരിച്ചാക്കും, അവർക്കെതിരെയാക്കും. മനസ്സിലായില്ലേ? അമ്മയെ മോശക്കാരിയാക്കണം. അമ്മയുടെ മോൻ കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളൻ്റെ അമ്മയെന്നൊരു പേരുവശം വരത്തില്ലേ? അമ്മയോട് ഇവർക്ക് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് ഇവർ വന്ന് ഇതൊക്കെ പറയുന്നതെന്ന് പറയും. പിന്നെ പറയും, ഭഗവാൻ പറയുന്നത് ഞാൻ കട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അമ്മയെ ഇവരുടെ മകനാണ് കള്ളൻ. മനസ്സിലായില്ലേ? വാദിയ പ്രതിയാക്കലാണ്. ഇവരുടെ മകനാണ് കള്ളനെന്ന് ഇവർക്കറിയാം. അത് മറച്ചു വെക്കാൻ വേണ്ടി ഇവരമ്മയുടെ മോനെ കള്ളനാക്കാൻ വരിക. അങ്ങനെ നോക്കിയാൽ ഈ പരാതി വന്നു പറഞ്ഞവളുണ്ടല്ലോ, പെരുങ്കള്ളിയ ഭഗവാന്റെ മുമ്പിൽ. മനസ്സിലായില്ലേ? പരാതി വന്നു പറഞ്ഞവൾ പെരുങ്കള്ളിയ. കാരണം എന്താ? സ്വന്തം മകൻ കള്ളനാണെങ്കിൽ അത് മറച്ചു വെച്ച് വേറൊരാളിനെ കള്ളനാക്കലല്ലേ ഏറ്റവും വലിയ കള്ളത്തരം. കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇവരുടെ മകനാണ് കള്ളൻ, അത് മറച്ചു വെച്ചുകൊണ്ട് ഇവർ എന്നെ കള്ളനാക്കാൻ വരുന്നു. അപ്പോൾ ഏറ്റവും വലിയ കള്ളനാരാ? അവരാണ്. അവർ പെരുങ്കള്ളിയാണ്. അങ്ങനെയുള്ള കള്ളികൾ പറയുന്നത് അമ്മ എന്തിനാ കേൾക്കുന്ന വെറുതെ? ഇതാണ് ഭഗവാൻ പറയുന്നത്. ഗോപികമാർ പറയുന്നതോ, ഇവൻ വീട്ടിൽ കയറിയിട്ടുണ്ട്, കട്ടിട്ടുണ്ട്, വെണ്ണ എടുത്തിട്ടുണ്ട്, കലവും പൊട്ടിച്ചിട്ടുണ്ട്. യശോദേ, നിൻ്റെ മോൻ തന്നെയാണ് കട്ടത്. അപ്പോൾ ഈ രണ്ട് വാദങ്ങളും നമ്മുടെ മുന്നിലേക്ക് എടുക്കണം. ഗോപികമാരുടെ വാദം എടുക്കണം അല്ലേ, ഭഗവാന്റെ വാദവും എടുക്കണം. ഇനി ഭക്തന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഗോപികമാരുടെ വാദമാണോ ഭഗവാന്റെ വാദമാണോ? എന്താ? ആരുടെ വാദമാ? ഭഗവാന്റെ വാദമാണോ ഗോപികമാരുടെ വാദമാണോ? ആരുടെ വാദം സ്വീകരിക്കണ്ടേ? ഭഗവാന്റേതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ കള്ളാന്ന് വിളിച്ചത് തെറ്റല്ലേ? വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണീറ്റ് നേരത്തെ വിടണം. ഇവിടെ പരമമായി സ്വീകരിക്കേണ്ടത് ഭഗവാന്റെ വാദം തന്നെയാണ്. പക്ഷേ പലപ്പോഴും ആ വാദത്തിൻ്റെ തലത്തെയും അർത്ഥത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മളും ഏത് പറയും? ഗോപികമാർ പറഞ്ഞാണെന്ന് എടുക്കും. അപ്പോൾ ഏതൊരു വിഷയത്തെയും നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ പരമമായ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ടു മാത്രമേ ആ വിഷയത്തെ മനസ്സിലാക്കി എന്ന ബോധത്തിലേക്ക് എത്താവൂ അല്ലേ? ബാഹ്യമായി മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ പറ്റുമോ ജീവിതത്തിൽ? മനസ്സിലായില്ലേ? ഏതൊരു കാര്യത്തെയും നമ്മളതിൻ്റെ പരമമായ തലത്തിൽ ആ വിഷയത്തിൻ്റെ കാരണത്തെ മനസ്സിലാക്കണം. ഇവിടെ ഭഗവാൻ പറയുന്നതിലേക്ക് നമുക്കൊന്ന് വരാം. ഈ വെണ്ണ എടുക്കുന്നു എന്നുള്ളതെല്ലാം സത്യം തന്നെയാണ്. പിന്നെ എന്താണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഭഗവാനോട് ഏറ്റവും പ്രിയമുള്ളവരാണ് ആര്? ഗോപികമാർ. സംശയമൊന്നുമില്ലല്ലോ നമുക്കാർക്കും. ഭഗവാന് വേണ്ടി എന്തും മാറ്റിവെക്കാൻ അല്ലേ തയ്യാറാണ് ഗോപികമാർ. പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും, സ്വന്തം വസ്ത്രങ്ങൾ വരെ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ
അല്ലേ? നഗ്നത പോലും തോന്നാതെ ഉപേക്ഷിക്കാൻ തയ്യാറായവരാ ഗോപികമാർ. സ്വന്തം ഗൃഹങ്ങളിൽ നിന്ന് അർദ്ധരാത്രിയിൽ പോലും ഭഗവാൻ വിളിച്ചു എന്ന് തോന്നിയപ്പോൾ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് കാട് കയറിയവരാ ഗോപികമാർ. ഗോപികമാരുടെ മനോഭാവം ഭഗവാന് വേണ്ടി ജീവിതത്തിൽ സ്വന്തമെന്നത് സർവ്വത ഉപേക്ഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ നിലയിലാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഗോപികമാർക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് കൃഷ്ണൻ എൻ്റെ വീട്ടിലൊന്ന് വരണം. മനസ്സിലായില്ലേ? കൃഷ്ണൻ എൻ്റെ വീട്ടിലേക്ക് വരണമെന്നൊരാഗ്രഹമുണ്ട്. എന്നാൽ രാവിലെ പോയിന്നുകൊണ്ട് കൃഷ്ണ ഇങ്ങോട്ടൊന്ന് വാടാന്ന് പറഞ്ഞ് വിളിച്ചാലോ? ഈ എടാന്ന് പറഞ്ഞാൽ ആർക്ക് വിഷമമൊന്നും വരണ്ട കേട്ടോ. ഈ ഗോപികമാരൊന്നും ഭഗവാന്റെ പ്രായക്കാർ മാത്രമൊന്നുമല്ല. യശോദയുടെ പ്രായമോ യശോദയുടെ അമ്മയുടെ പ്രായമുള്ളവർ വരെ ഭഗവാന്റെ ഗോപികമാരെന്നും പറഞ്ഞ് നടപ്പുണ്ട്. മനസ്സിലായില്ലേ? ഈ ഭഗവാന്റെ വെണ്ണാഭരണമൊക്കെ അടക്കുന്ന ഏതാണ്ട് 5 വയസ്സിൽ താഴെ 5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും ഭഗവാനെ മുലയൂട്ടിയവർ വരെ ഭഗവാന്റെ ഗോപികമാരാണ്. നമ്മൾ നാട്ടിൽ കാണുന്ന പ്രണയവും പ്രേമവും അല്ല ഗോപികമാരുടേത്. ലൗകിക പ്രേമമല്ല, ശാരീരികമായ തലത്തിലുള്ള ഭാവത്തിലുള്ള പ്രണയവും അല്ല. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവും. ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ വരത്തില്ല. കാരണം എന്താ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോവുള്ളൂ. കാരണം സർവ്വ കുസൃതിയും കുരുത്തക്കേടും ആർക്കുണ്ട്? അല്ലേ? ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിനാണോ ഞങ്ങൾ പോയി തൊഴുന്നതെന്ന് ചിന്തിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭഗവാന്റെ ഓരോ കുസൃതികളും വലിയ അറിവിൻ്റെ തലങ്ങളാണ്. അങ്ങനെയും കൂടെ ചിന്തിക്കണം നമ്മൾ. അപ്പോൾ ഇതുകൊണ്ട് ഗോപികമാർ രാവിലെ തന്നെ ഒരു തന്ത്രമുണ്ട് ഗോപികമാർക്ക്. കൃഷ്ണനെ ഒന്ന് എന്താ പറഞ്ഞത്, ഒന്ന് വട്ടം ചുറ്റിക്കണം. അല്ലെങ്കിൽ കൃഷ്ണനെ ഒന്ന് ഒരു അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് കൃഷ്ണനെ ഒന്ന് വലിച്ചഴക്കണം. അതാണ് അവരുടെ ഒരു ഉദ്ദേശം. പെടുത്തിക്കളയുക. നമ്മൾ സാധാരണ ഭാഷയെ പറഞ്ഞാൽ പറയും, നമ്മൾ പറയല്ലേ അവനെ ഒന്ന് പെടുത്തണം. എത്ര അങ്ങ് വലിയ ഇതെന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് ഇവർക്ക് സ്നേഹം കൊണ്ട് തന്നെ ഈ തങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുമ്പം ഇല്ലേ ഒരു ഈർഷ്യ വരത്തില്ലേ നമുക്ക്? നമ്മളൊരാളിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളെ മൈൻഡ് ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്നൊരു ഈർഷ്യം വരത്തില്ലേ? വരത്തില്ലേ? ചിലപ്പോൾ ഒരു പണി കൊടുക്കുകയും ചെയ്യും. കാരണം എന്താ? എന്നെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാ ഇരിക്കട്ടെ എന്ന് പറയും. ഇതേ കണക്കൊരു സ്വഭാവം ഗോപികമാർക്കുണ്ട്. അപ്പോൾ ഈ ഗോപികമാർ രാവിലെ തന്നെ നോക്കും. നന്ദഗോപുര വീട്ടിൽ നിന്ന് കൃഷ്ണൻ പുറത്തിറങ്ങി വന്നു. രാവിലെ ആകുമ്പം പുറത്തിറങ്ങി വരുന്ന ഒരു വരക്കമുണ്ടല്ലോ. പ്രത്യേകിച്ചും കുട്ടികൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ പുറത്തിറങ്ങും. അപ്പോൾ ഇത് നോക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഗോപികമാർ ഉറക്കെ പറയും വീട്ടിൽ നിന്നുകൊണ്ട്, പിന്നെ ആ വെണ്ണ എടുത്ത് മുകളിൽ വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇല്ല കള്ളന്മാർ വന്ന് എടുത്തുകൊണ്ട് പോവും. ആ കള്ളനാണെങ്കിൽ പതുങ്ങി പതുങ്ങി വരുന്നവനുമാ. കണ്ടാലും അറിയാൻ പറ്റത്തില്ല. കാര്യം എന്താ? കറുത്തിരിക്കില്ലേ? മനസ്സിലായില്ലേ? ഇരുട്ടത്തൂടെ നിഴലിലൂടെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലല്ലോ. ഇവരെന്തിനാ ഇത് ഉറക്കെ പറയുന്നത്? രഹസ്യമാണെങ്കിൽ പതുക്കെ പറഞ്ഞാൽ പോരെ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കള്ളനെ പേടിച്ച് കുറച്ച് പൈസ എടുത്ത് മാറ്റി വെക്കണം. നിങ്ങൾ ആരെങ്കിലും വീടിനകത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറയുക, പിന്നെ ആ പൈസ ഉണ്ടല്ലോ, ആ 2 ലക്ഷം രൂപ അത് കട്ടിലിൻ്റെ അടിയിലേ മെത്തയുടെ അടിയിൽ തന്നെ വെച്ചേക്കണേ എന്ന് ഉറക്കെ വിളിച്ചു പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് കൃഷ്ണൻ കേൾക്കണം. എന്നാൽ കൃഷ്ണനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഗോപികമാർ ഉദ്ദേശം. ചില ഗോപികമാർ ഒരു പടി കൂടി കടന്ന കയ്യേ എന്താ പറച്ചിൽ മാത്രമല്ല, വെണ്ണ എടുത്ത് ഉരുട്ടിക്കൊണ്ട് കൃഷ്ണൻ വരുന്ന സമയത്ത് മുറ്റത്തിറങ്ങിന്ന് പൊക്കി ഈ പന്ത് പോലൊക്കെ ഉരുട്ടി കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അയലത്തെ വീട്ടിലെ ഗോമതിയെ വിളിച്ചു പറയും, ഗോമതി നാളെ കൊണ്ടുപോയി വിൽക്കണം കേട്ടോ, നല്ല വെണ്ണയാണെന്നൊക്കെ പറയും. ഇതാര് കാണണം? കൃഷ്ണൻ കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ കേൾക്കുകയും കാണുകയും കൃഷ്ണൻ ചെയ്യണമെന്നാണ് ഗോപികമാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിലും ആ സമയത്തൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. കൃഷ്ണൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, നേരെ നടന്നു പോകും. കൃഷ്ണനെ കാത്ത് കുറേ ആൾക്കാരുണ്ട്, കുറേ കൂട്ടുകാരുണ്ട്. എല്ലാ വീട്ടിലെയും കുട്ടികളും രാവിലെ എഴുന്നേറ്റ് വരുന്ന ആരെ പ്രതീക്ഷിച്ചാൽ? കൃഷ്ണനെ പ്രതീക്ഷിച്ച. കാരണം കൃഷ്ണൻ വന്നാൽ, നേതാവ് വന്നു കഴിഞ്ഞാൽ കളികൾ ആരംഭിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ. ഈ എല്ലാത്തിനും പ്ലാൻ ചെയ്ത് ഗൈഡൻസ് കൊടുക്കുന്ന ആൾ വന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ. ഈ ടൂർ പാക്കേജൊക്കെ ഉണ്ടല്ലേ, ഗൈഡൻസ് വന്നാൽ ഗൈഡ് വന്നാൽ ടൂർ പാക്കേജ് സക്സസ് ആവും എന്ന് പറഞ്ഞേക്ക് എല്ലാ ദിവസത്തെ ടൂർ പാക്കേജ് തയ്യാറാക്കുന്ന ആളാരാ? കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണനെ കാത്തിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. കുട്ടികൾ മാത്രമല്ല കാത്തിരിക്കുന്ന, കുറേ കുരങ്ങന്മാരും ഉണ്ട്. എന്തിനാ ഈ കുരങ്ങന്മാർ കാത്തിരിക്കുക വെച്ചാൽ, രാമാവതാര കാലത്ത് ഭഗവാനെ രാമായണ തത്വത്തിൽ രാമാവതാര കാലത്ത് സഹായിച്ചത് വാനരന്മാരാണല്ലോ. രാവണ നിഗ്രഹം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു പോയപ്പോൾ വാനരന്മാർ ചോദിച്ചു, ഭഗവാനെ ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ? മനസ്സിലായില്ലേ?
ഞങ്ങളെ അങ്ങ് മറന്നോ? ഭഗവാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് യഥാവിധി ഞാൻ നിങ്ങളെ എപ്പോഴും സ്മരിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃഷ്ണാവതാര കാലത്ത് ഈ വാനരന്മാർ ഭഗവാനുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ്. ഇവരും ഭഗവാനെ കാത്തിരിപ്പുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഈ കൂട്ടുകാരെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇന്ന് ആരുടെ വീട്ടിൽ കയറണം എന്ന പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ട് മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയാണ് വരുന്നത്. ആ ആരുടെ വീട്ടിലാണോ കയറേണ്ടത്, ഇപ്പോൾ കൗസല്യയുടെ വീട്ടിൽ കയറണമെങ്കിൽ കൗസല്യയുടെ മോനെ അതിൻ്റെ കൂട്ടത്തിൽ കാണും. എല്ലാ വീട്ടിലെ കുട്ടികളും കൂടെയുണ്ട്. കൗസല്യ മോനെ വിളിച്ചിട്ട് പറയും, ഇന്ന് നീയാണ് ലീഡർ. മനസ്സിലായില്ലേ? ആരെ വീട്ടിൽ കയറണമോ അവരത്തെ വീട്ടിലെ കുട്ടിയെ ലീഡറാക്കും. ആ ലീഡറാക്കിയിട്ട് പറയും, ഇന്ന് നിൻ്റെ വീട്ടിലാണ് പോകേണ്ടത്, ബാക്കി എങ്ങനെ കയറണം മനസ്സിലായില്ലേ? ഓട് പൊളിക്കണോ, വാതിൽ തുറക്കണോ, അതല്ല ഇനി ജനൽ കമ്പി വളയ്ക്കണോ, ഇതൊക്കെ നീ തീരുമാനിച്ചോളാൻ പറഞ്ഞ് അവനെ ഏൽപ്പിച്ച് അവനെ മുന്നിൽ നിർത്തി കൂടി ഇങ്ങനെ പോകും. ചെയ്യിപ്പിക്കുന്ന മുഴുവൻ ആരെ കൊണ്ടാ? ആ വീട്ടിലെ കുട്ടിയെ കൊണ്ടാ. അങ്ങനെ അകത്ത് കയറി ഇതെല്ലാം കഴിഞ്ഞാൽ വെണ്ണ എടുക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കുന്ന ജോലി കൃഷ്ണൻ്റേതാണ്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ എടുക്കാനല്ല ആഗ്രഹം, കഴിക്കാൻ ആഗ്രഹം. കൃഷ്ണനെ സംബന്ധിച്ചോളം കഴിക്കാൻ അങ്ങോട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ വെണ്ണ കിട്ടുന്ന വീട്ടിൽ നിന്നാണ് പുള്ളിക്കാരൻ വരുന്നത്. മനസ്സിലായില്ലേ? ഈ പശുവിനെ വളർത്തി വെണ്ണ ഉണ്ടാക്കി തൈരും മോരും വെണ്ണയൊക്കെ കച്ചവടം ചെയ്യുന്നതിൽ നല്ല ഒന്നാം തരം വ്യവസായി യശോദ. കുടുംബ വ്യവസായം ഇന്നത്തെ കാലത്തൊന്നും തുടങ്ങിയൊന്നുമല്ല. പണ്ട് കാലത്തെ അമ്മമാർ വളരെ കൃത്യമായ നല്ല ഒന്നാം തരമായ കുടുംബ വ്യവസായം ബിസിനസ്സും ഒക്കെ ചെയ്തതിൻ്റെ തെളിവ് യശോദ. ജോലിക്കാരെ ഇരുത്തി പാല് കടയുന്ന ആളാണ് യശോദ. അപ്പോൾ അപ്രകാരമുള്ള വെണ്ണ, വളരെ കൂടുതൽ വെണ്ണയുള്ള വീട്ടിൽ ആ യശോദ വെണ്ണ കഴിപ്പിക്കാൻ ചെന്നാൽ വേണ്ടാന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന ആളാണ്. അപ്പോൾ വെണ്ണയോട് വലിയ ആഗ്രഹം, കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്ന ഭയങ്കര സന്തോഷം. ചിലർ പറയത്തില്ലേ, കഴിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം വിളമ്പി കൊടുക്കുന്നതാണ്. ഈ പ്രത്യേകിച്ചും വീട്ടുകളിലെ അമ്മമാർ പറയുന്നൊരു കാര്യമുണ്ടല്ലേ, അമ്മമാരെല്ലാവർക്കും വിളമ്പിയിട്ട് ഏറ്റവും അവസാനം വരുന്ന എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷത്തോടെ കഴിക്കും. എന്താ കാര്യം? കൊടുക്കുന്നാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു അമ്മ. പണ്ടത്തെ അമ്മമാർക്കാണേ, ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും അതില്ല. ഇപ്പോഴത്തെ അമ്മമാർ പറയും ഞാൻ നോക്കിയിട്ട് ബാക്കി കൊടുത്താൽ മതി. ഇപ്പം അങ്ങനെയാണ്, ആദ്യമേ നമ്മളങ്ങ് കഴിക്കും. നമ്മളെ വീട്ടിൽ അമ്മ കഴിച്ചോ, പിന്നെ മോനെ ഞാൻ നേരത്തെ കഴിച്ചു, ഇന്ന് നല്ല വിശപ്പായിരുന്നു. ഈ ഇന്ന് നല്ല വിശപ്പ് എല്ലാ ദിവസവും അങ്ങനെയാണ്. അതതിൻ്റെ വേറൊരു ശൈലിയാണ്. പണ്ടങ്ങനെയല്ല, എല്ലാവർക്കും കൊടുത്തിട്ട് അല്ലേ, ശരിയല്ലേ? കാരണം എന്താ, കൊടുക്കാൻ മനസ്സുള്ളവരായിരുന്നു പണ്ടത്തെ അമ്മമാർ. ആ അമ്മമാരിൽ നിന്നായിരുന്നു കുഞ്ഞുങ്ങളിലേക്ക് ഈ നല്ല ഗുണം പഠിച്ചിരുന്നത്. നല്ല ശീലങ്ങളായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ കൈവിട്ടു പോയി. നമ്മൾ പലപ്പോഴും നമ്മുടെ നന്മയിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ പലതും നമ്മൾ ഉപേക്ഷിച്ചു. പണ്ടൊക്കെ ഓണക്കാലത്ത് നമ്മളെ വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കിയാൽ തൊട്ടടുത്തുള്ള എല്ലാ വീടുകളിലും കൊടുത്തിട്ടായിരിക്കും ആ വീട്ടിലെ കുട്ടിക്ക് കൊടുക്കുന്നത്. ശരിയല്ലേ? ഇന്ന് നമ്മളൊരു പലഹാരം മേടിച്ചുകൊണ്ടെന്നാൽ പറയും, മോനെ കഥ കടച്ചേരടാ, അപ്പുറത്തെ കൊച്ചി വരുന്നതിന് മുമ്പ് നീ അങ്ങ് തിന്നെന്ന് പറയും. കുഞ്ഞിനെ പഠിപ്പിക്കുന്ന തെറ്റായ വഴിയാണ്. മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുമ്പോൾ അല്ലേ, പരസ്പരം ഈ സമൂഹം എൻ്റേതാണ്, ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഇല്ലാത്തവർക്ക് കൂടി പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരാനന്ദം അവൻ്റെ മനുഷ്യ മനസ്സിനെ വികസിപ്പിക്കുന്ന, അവൻ്റെ മാനുഷിക മൂല്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു ഗുണമാണ്. ഇന്നതിനെ നമ്മൾ നശിപ്പിക്കുകയില്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ എൻ്റെയും വീട്ടിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ശബരിമലയിൽ പോയിട്ട് വരുമ്പോൾ ഇരുമുടിക്കെട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങനെ കൊതിയോടെ പോയി നോക്കിയിരിക്കും, ഇതെപ്പോഴാണ് അഴിക്കുന്നത്. അഴിച്ചാൽ അടി കിട്ടും, അതുകൊണ്ട് അഴിക്കുന്നത് എപ്പോഴാണ് നോക്കിയിരിക്കും. അമ്മ ഇത് വന്ന് അഴിക്കുന്ന സമയമാകുമ്പോൾ പതുക്കെ അടുത്ത് കൂടും. ഞങ്ങൾ 4 പേരുള്ളിടത്ത് ഇത് അഴിക്കുന്ന സമയത്ത് അമ്മ കുറേ പേപ്പറോ ഇലയൊക്കെ എടുത്ത് വെക്കും. ആകെ ഒരു ടിൻ അരവണ, അത് സ്പൂണിൻ്റെ ചെവിട് കൊണ്ട് തേച്ച് ഒത്തിരി വാഴയിലേക്ക് തേച്ച് മടക്കി വെക്കും. ഇത് കഴിഞ്ഞ് കുറേ പേപ്പറിനകത്ത് പൊരിയെല്ലാം ഇടും. എന്നിട്ട് ഓരോരുത്തർക്കും 4 വീട്ടിൽ കൊടുക്കാൻ പറയും. 4 വീട്ടിൽ 4 പേര് പോകുമ്പോഴത്തേക്ക് 16 വീട് കഴിയും. 16 വീട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആകപ്പാടെ ഒരു വീട്ടിൽ കൊടുത്താലും നമുക്ക് കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ പണ്ടേ ചെയ്ത ചില ശീലങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ വിശാലമാക്കുന്ന ചില പ്രക്രിയകളാണ്. അന്ന് ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയില്ല. അന്ന് ഇതൊക്കെ കൊടുക്കുമ്പോൾ അമ്മയോട് തന്നെ ദേഷ്യം തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരിയിലേ കിട്ടത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് അന്നൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു അറിവ് വലുതായിരുന്നു, ആ ചെയ്തതിൻ്റെ ഒരു പ്രക്രിയ വലുതായിരുന്നു അല്ലേ? പണ്ട് കാലത്ത് അമ്മമാരുടെ ഒരു വലിയ ശീലമാണ് രാത്രിയിൽ കഥ കടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചൊരു പാരമ്പര്യം വരെ നമുക്കുണ്ടായിരുന്നു. സഹജീവികളുടെ ദുഃഖം ഏറ്റെടുക്കുന്നതിനാണ് അമ്മയുടെ മാതൃക. അത് കുട്ടികളിലേക്കും കുടുംബത്തിൻ്റെയും ശീലമായി മാറും. വീട്ടിൽ അരി അടുപ്പത്തിടുന്നതിന് മുമ്പ്
പണ്ട് കാലങ്ങളിൽ അമ്മമാർ പിടിയരി എന്ന് പറഞ്ഞിട്ട് ഒരു പിടി അരി വാരി മാറ്റി വെക്കുമായിരുന്നു. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കാണും. അപ്പോൾ പറയും ഞങ്ങളൊന്നും അത്ര പഴയ ആൾക്കാരൊന്നുമല്ല, ഞങ്ങളൊക്കെ തലമുടി നരച്ചെന്നേ ഉള്ളൂ, ഇപ്പോഴും ചെറുപ്പക്കാരാ. അത് അങ്ങനെ തന്നെ ആയിരിക്കണം, മനസ്സുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുപ്പക്കാരായിരിക്കണം. പണ്ട് പിടിയരി എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്, മാറ്റി വെക്കും. ഈ അരിയാണ് പിന്നീട് ഈ ആഹാരത്തിന് ഗതിയില്ലാതെ വരുന്ന ആൾക്കാർക്ക് ഈ ശേഖരിക്കുന്ന അരിയാണ് എടുത്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുമ്പോൾ എടുത്തതിന് ശേഷമല്ല, ആദ്യമേ ഒരു പിടി മാറ്റി വെക്കും. എന്നിട്ട് അത് പിന്നീട് ശേഖരിച്ച് വരുമ്പോൾ അത് വളരെ കൂടുതലായി വരുമ്പോൾ പിന്നീട് വരുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് അന്നത്തിന് വകയായിട്ടത് കൊടുക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര വലിയ മനോഭാവമാണ്, എത്ര വലിയ സേവനമാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ചിന്തിക്കുക. ഇവിടെ ഭഗവാൻ ഇതേ കണക്കാ, എടുക്കൽ മാത്രമേ ഉള്ളൂ, കഴിക്കലില്ല, കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ കാരണം ഇവർ ഭഗവാനെ തന്നെ എടുക്കാൻ ഏൽപ്പിക്കും. കാര്യം എന്താ? ബാക്കിയുള്ളവരെടുക്കാൻ കയറി കഴിക്കലും എടുക്കലും കൂടെ നടക്കത്തില്ല. ഭഗവാൻ ഇങ്ങനെ എടുക്കുക കൊടുക്കുക എടുത്തുകൊണ്ടിരിക്കും. ആദ്യമേ ഗോവന്മാർക്കെല്ലാം കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ഈ വാനരന്മാർക്കും ഇതെല്ലാവർക്കും കൊടുക്കും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഒരു ശൈലിയുണ്ട്. എന്താ? കയ്യിലിരിക്കുന്ന കാലിക്കോലെടുക്കുക, കലം അടിച്ചു പൊട്ടിക്കുക. അതൊരു പ്രത്യേക വീക്ക്നെസ്സാണ്. കലം പൊട്ടിച്ചില്ല എങ്കിൽ ഞാൻ എടുത്തു എന്നൊരു സംതൃപ്തി ആർക്കും വരില്ല, ഭഗവാന് വരില്ല. ഇത് ഇത്രയും ചെയ്തിട്ടാണ് ഭഗവാൻ തിരിച്ചു പോകുന്നത്. ഇനി ഇവിടെ ഭഗവാൻ പറഞ്ഞ വാദം എന്താ? അമ്മേ, ഇവരുടെ മകനാണ് കള്ളൻ. ഇവർ പറയുന്നത് ഇത് മോഷണമാണെന്ന അർത്ഥത്തിലാണ് ഇവർ പറയുന്നതെങ്കിൽ ഈ വീട്ടിൽ കയറിയപ്പോൾ അത് മുമ്പിൽ നിന്ന് ചെയ്തതാരാ? അവരുടെ മകനാണ്. അങ്ങനെയാണെങ്കിൽ അവരെ മോനല്ലേ കള്ളൻ? ഇത് ഇവർക്കും അറിയാം, ഇവരെ മോനെ കൊണ്ടാ മുന്നിൽ നിർത്തുന്നതെന്ന് ഇവർക്കും അറിയാം. പക്ഷെ ചെയ്യിപ്പിക്കുന്നത് കൃഷ്ണ എന്നുള്ളതാണ് ഗോപികമാർ ഉള്ളിൻ്റെ ഉള്ളാലുള്ള പരാതി. പക്ഷേ ഇവരുടെ മോൻ ഉൾപ്പെടെയാണ് എന്നറിയാം. അപ്പോൾ സ്വന്തം മോൻ്റെ കാര്യം മാറ്റി വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നവനെ കുറ്റം പറയുന്നത്. ചില അമ്മമാർ പറയത്തില്ലേ, നീ അവൻ്റെ കൂടെ കൂടിയാടാ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും. എന്നാൽ എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയെന്ന് ഒരിക്കലും പറയത്തില്ല. മനസ്സിലായില്ലേ? ആരോപണം മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കും. ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില വീക്ക്നെസ് ഉണ്ട്. ഗോപികമാരും ആ നിലയിലാണ് ചിന്തിക്കുന്നത്. ആരോപണം കൃഷ്ണനാണ്, യശോദയ്ക്കാണ്. മനസ്സിലായില്ലേ? പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സ്വന്തം മോൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറച്ചും വെച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, അമ്മേ, ഇവരുടെ മകനാണ് കള്ളൻ. ഇനി ഇതറിയാവുന്ന ഇവരിത് മറച്ചു വെച്ചു, അതുകൊണ്ട് ഇവർ കള്ളിയാണ്. ഇതാണ് ഭഗവാന്റെ ഒരു വാദം. അത് കൃത്യമാണല്ലോ, പറഞ്ഞ് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു വീട്ടിൽ അവകാശമുള്ളതുപോലെ തന്നെ ആ വീട്ടിൽ ആർക്കും അവകാശമുണ്ട്? കുഞ്ഞുങ്ങൾക്കും അവകാശമുണ്ട്. ശരിയല്ലേ? നമ്മൾ പറയും വീടിൻ്റെ പ്രമാണം എൻ്റെ പേരിലിരിക്കുകയാണ്, ബാക്കി സമ്പത്തൊക്കെ എൻ്റെ പേരിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും നമുക്കുള്ള അത്രയും അവകാശം ആർക്കുണ്ട്? കുഞ്ഞിനുണ്ട്. ഇപ്പം നിങ്ങളത് അറിയണമെങ്കിൽ നാളെ അതിൻ്റെ പേര് ആരും പോകല്ലേ, ഒരു വിവാഹമോചനത്തിന് പോവുകയാണെന്ന് വെക്കുക, ഒരു ഡൈവോഴ്സിന് പോവുക, കോടതിയിൽ ചെല്ലുന്ന കഴിയുമ്പോൾ കോടതി ചോദിക്കുക എത്ര കുട്ടികളുണ്ട്. അച്ഛനും അമ്മയൊക്കെ ബന്ധം ഒഴിയുന്ന കൊള്ളാം, കുഞ്ഞുങ്ങൾക്കുള്ള അവകാശം എന്താ എഴുതി വെക്കാൻ പറയും. പറയുമോ പറയത്തില്ലയോ? കൃത്യമായിട്ട് പറയും. എന്താ കാരണം? കുട്ടികൾക്ക് അവകാശമുണ്ട്, മാതാപിതാക്കളുടെ അവകാശം കുഞ്ഞുങ്ങൾക്കുണ്ട്. അങ്ങനെ നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ആരെ വെക്കാം? മനസ്സിലായില്ലേ? ഈ ബാലാവകാശമൊന്നും ഇപ്പോൾ ഉണ്ടായതൊന്നുമല്ല, പണ്ടേ ഉണ്ട്. ഭഗവാന് ബാലാവകാശ കമ്മീഷൻ കാരണം സ്വന്തം കുടുംബത്തിൽ കുഞ്ഞിന് അവകാശം ഉണ്ടെന്ന് ബോധിപ്പിച്ച ആളാണ് ഭഗവാൻ. ആ അവകാശമുണ്ടെങ്കിൽ ആ അവകാശമുള്ള ആളിൻ്റെ കൂടെ അയാളുടെ സുഹൃത്തുക്കൾ ആ വീട്ടിൽ ചെന്ന് ആ വീട്ടിലുള്ളൊരു വസ്തു ആ ആളിൻ്റെ സാന്നിധ്യത്തിൽ എടുത്താൽ അത് കളവാണോ? ആണോ? അല്ല. ഇനി ഇതൊക്കെ വ്യാവഹാരികമായി പുറമേ ഉള്ള തലമാണ് ഇത്രയും പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള പാഠം എന്താ? ഭഗവാൻ ഇവിടെ ഗോപികമാരെ ബോധിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും എൻ്റേതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും എൻ്റേതാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ എടുത്ത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മറച്ചു വെക്കുന്നതാരാ? നമ്മളൊക്കെയല്ലേ? അപ്പം ഈ സർവ്വതും ഈശ്വരൻ്റേതാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റേതായ വസ്തുവിനെ ഈശ്വരൻ്റേതല്ല ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകാശം ഉന്നയിക്കുന്ന നമ്മളല്ലേ ഒരർത്ഥത്തിൽ കള്ളന്മാർ? മനസ്സിലാവുന്നുണ്ടോ? താൽക്കാലികമായി മാത്രമാണ് നമ്മളിതിൻ്റെയൊക്കെ നോട്ടക്കാരാവുന്നത്. ശരിയല്ലേ? നമ്മുടെ നിയമവ്യവഹാരത്തിൽ പോലും അത് പഠിപ്പിക്കുന്നു. നമ്മൾ താമസിക്കുന്ന വീടിന് നമ്മൾ ഭൂമിക്ക് കരമടയ്ക്കുന്നില്ലേ? നമ്മുടേതാണെങ്കിൽ നമ്മളെന്തിനാണ് കരമടയ്ക്കുന്നത്? നമ്മളിപ്പോൾ അതിനകത്തൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ വീടിന് ടാക്സ് അടയ്ക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ?
അത് പൂർണ്ണമായും നമ്മുടേതാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്? ഇപ്പോൾ സർക്കാർ പറയുന്നത് സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിലാണ്. ഈ സർക്കാരിൻ്റെ സംവിധാനത്തേക്കാൾ വലുതല്ലേ ഈശ്വരൻ്റെ സംവിധാനം? അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റേതാണ് എന്നതിനെ വിസ്മരിച്ച് കേവലം സ്വാർത്ഥത കൊണ്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് സ്വന്തമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ അവരിൽ നിന്ന് തിരിച്ചെടുക്കലാണ് ചെയ്യുന്നത്. ഗോപികമാരുടെ വാദം എന്താ? ഈ വെണ്ണ ഞങ്ങളുടേതാണ്. ഭഗവാൻ പറയുന്നു വെണ്ണയിലൂടെ ഉദാഹരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതെല്ലാം എൻ്റേതാണ്. അപ്പം ഈ സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനായി സർവ്വതിൻ്റെയും ഉടമസ്ഥൻ ഞാനാണ് എന്ന ബോധം ആർക്ക് പകരുകയാ? ഗോപികമാർക്ക് പകരുകയാ. ഇനി രണ്ടാമത് ഗോപികമാരോട് പറയുന്നു, നിങ്ങളുടെ പ്രണയവും സ്നേഹത്തെയൊക്കെ ഞാൻ സ്വീകരിക്കുന്നത് ഏതർത്ഥത്തിലാണ്? മനഃശുദ്ധിയുടെ അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? ഗോപികമാർക്ക് ഭഗവാനോടുള്ള സ്നേഹം ശുദ്ധിയോട് കൂടിയിട്ടാണ്, വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. നമ്മളൊക്കെ ഭഗവാനിൽ നിന്ന് പോലും ശുദ്ധമായിട്ടല്ല. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി തൊഴുന്നത് കാറ് കിട്ടാനും ജോലി കിട്ടാനും പണം കിട്ടാനും ഇല്ലേ, പലതും കിട്ടാനാ. ഗോപികമാരാകെ പറയുന്നത് എന്താ? ഭഗവാനെ നിന്നെ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പം കൃഷ്ണൻ പറയാം, ഞാൻ വേറെ എന്തെങ്കിലും, എനിക്ക് അങ്ങൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിന്നെ മതി. ഭഗവാനെ മാത്രം ആഗ്രഹിക്കുന്ന ഭക്തിയാണ് ഏറ്റവും ശുദ്ധമായ ഭക്തി. ആ ഭക്തിയാണ് ഗോപികമാർക്കുള്ളത്. മനസ്സിലായില്ലേ? ആ ഭക്തിയിലേക്ക് എത്തുന്ന മനസ്സിൻ്റെ പ്രതീകമാണ് വെണ്ണ. ഗോപികമാരുടെ മനസ്സാണ്, ഹൃദയമാണ് വെണ്ണ. എങ്ങനെ? നിർമ്മലമായ കാഠിന്യമില്ലാത്ത ആനന്ദരൂപമാർന്ന ഭൗതികമായ കാമനകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, മനസ്സിലായില്ലേ? ഗോപികമാരുടെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ് വെണ്ണ. അത് ഭഗവാൻ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ ഒന്നുകൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭൗതികമായ കാമനകളിൽ ഏറ്റവും വലിയ കാമനയല്ലേ പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും അല്ലേ? ആ കാമനയിൽ ശരീരത്തിനല്ലേ പ്രാധാന്യം? ആ ശരീരത്തിൻ്റെ പ്രാധാന്യത്തിൽ പോലും അങ്ങനെയുള്ള കാമനകൾ പോലും നിങ്ങളെ സ്വീകരിക്കുന്നതിലില്ല. അതാണ് ശരീരത്തിൻ്റെ പ്രതീകമായി കണ്ടുകൊണ്ട് കലത്തെ ഉടയ്ക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കലത്തിനുള്ളിലല്ലേ വെണ്ണ ഇരിക്കുന്നത്. അതുപോലെ ഈ ഗോപികമാരുടെ ശരീരത്തിനുള്ളിലല്ലേ ഗോപികമാരുടെ ആ ഹൃദയം അല്ലേ ഭഗവാനോട് ഭക്തി നിറഞ്ഞിരിക്കുന്നത്. ഭക്തി എന്ന് പറയുന്ന സ്നേഹമെന്ന വികാരമില്ലാത്ത ഹൃദയമൊക്കെ കരിങ്കല്ലിന് തുല്യമോ? അതുകൊണ്ടല്ലേ നമ്മൾ നാട്ടിൽ ചിലരോട് പറഞ്ഞില്ല അവൻ്റെ ഹൃദയം ഒരു കരിങ്കല്ലാടാന്നൊക്കെ പറയത്തില്ലേ, കേട്ടിട്ടില്ലേ? ഇവനൊക്കെ മനുഷ്യനാണോ? ഇവൻ്റെയൊക്കെ ഹൃദയം കരിങ്കല്ലാന്ന് പറഞ്ഞില്ലേ ചില ദുഷ്ടന്മാരെ കുറിച്ച്? എന്താ കരിങ്കല്ലെന്ന് പറഞ്ഞാൽ നാട്ടിലെ പാറയുടെ കണക്കിരിക്കുന്നുണ്ടാണോ? ഒന്നുമല്ല, നമ്മുടെ കണക്ക് തന്നെയാണ് അതിൻ്റെ പൊതുരൂപം. പക്ഷേ ഒരു ഗുണവും ഇല്ലാത്തത്, സ്നേഹമാകുന്ന വികാരമില്ലാത്തത്. സ്നേഹമാകുന്ന വികാരമാണ് ഹൃദയത്തെ വെണ്ണ പോലെയാക്കി തീർക്കുന്നത്. ഇവിടെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയശുദ്ധി വരുത്തിയവരാണ് ഗോപികമാർ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രതീകമാണ് ഭഗവാൻ രണ്ട് കൈയിലും വെണ്ണ പിടിച്ച് നിൽക്കുന്നത്. ഹൃദയശുദ്ധി ഉള്ളവർക്ക് എൻ്റെ കൈകളിൽ സ്ഥാനമുണ്ട്. അതില്ലെങ്കിൽ വെറുതെ കയറി കറങ്ങിയിട്ട് തിരിച്ച് ചന്ദനം മേടിച്ച് വീട്ടിൽ പോവാം അല്ലേ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഭഗവാനെ ഭജിക്കുന്നത് എന്ത് നേടാനായിരിക്കണം? ഹൃദയശുദ്ധി നേടാനായിരിക്കണം, ശുദ്ധമായ ഭക്തിയിലേക്ക് ഉയരാനായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിനം കഴിയുന്തോറും ഭക്തിയെ മലിനമാക്കുന്നത് എന്താ? മുമ്പേ പറഞ്ഞ മോഹങ്ങളാണ്. ആഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് ഭഗവാനെ പോവും. ഗോപികമാർ അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവാനെ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആകെ വേണ്ടത് നിന്നെയാണ്. ശരിയല്ലേ? അതുപോലെ നമ്മൾക്ക് ഭഗവാനെ മാത്രം മതി എന്ന നിലയിൽ നമ്മൾ ഭഗവാനെ നേടാൻ എപ്പോഴാണോ നമ്മൾ തയ്യാറാവുന്നത്, ആ നിമിഷം മുതൽ നമ്മുടെ ഹൃദയം ആരുടെ കയ്യിലെത്തും? ഭഗവാന്റെ കൈകളിലെത്തും. എത്ര നല്ല തത്വത്തിലാണ് ഭഗവാൻ നമ്മളെ സ്വീകരിക്കാൻ രണ്ട് കയ്യിലും വെണ്ണയും പിടിച്ചിങ്ങനെ മാവേലിക്കരയിൽ ഇങ്ങനെ ആനന്ദത്തോടെ നിൽക്കുന്നത്. ആ ഭഗവാന്റെ കയ്യിലെ വെണ്ണയായി നമുക്ക് തീരാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം, സാധിക്കും. സാധിക്കണമെന്ന ആഗ്രഹത്തിൽ അല്ലേ, സാധിക്കണമെന്ന ആഗ്രഹത്തിൽ സഞ്ചരിച്ചാൽ സാധിക്കും. അതിന് യാതൊരു വിധമായ വേറെ ഒന്നും തടസ്സമല്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രായമോ വേഷമോ ഭൂഷയോ ഒന്നും തടസ്സമല്ലാണോ? ഒന്നും തടസ്സമല്ല. അപ്പോൾ അപ്രകാരം ഭഗവാൻ പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വതും എൻ്റേതാണ്, ആ ബോധം കൊടുത്തു. രണ്ട് ശുദ്ധമായ നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ എന്നേ സ്വീകരിച്ചു. കാരണം
ഗോപികമാർ ഒരിക്കലും ലൗകിക കാമനയിലേക്കും പോകരുത്. ഭഗവാൻ അത് ആഗ്രഹിച്ചത്. മനസ്സിലായില്ലേ? ഭഗവാൻ ആഗ്രഹമില്ല, പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹം വന്നാലോ അതും പാടില്ല. അതാണ് ശരീരത്തെ ഉപേക്ഷിച്ച് ഹൃദയം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തിരക്കില്ലേ, ഈ ഭഗവാൻ കൃഷ്ണൻ ഇത്രയും ഗോപികമാർ പ്രേമിച്ചിട്ട് എന്തേ ഒരു ഗോപികയും കല്യാണം കഴിക്കാത്തതെന്ന് തിരക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. ചില യുഗത്തിലെ അറ്റ്ലീസ്റ്റ് രാധയെങ്കിലും ഒന്ന് പരിഗണിച്ചുകൂടെ? പേര് മൊത്തം രാധാകൃഷ്ണൻ എന്നാണ് അല്ലേ, രാധേശ്യാം മൊത്തം അങ്ങനെയാണ്. പക്ഷെ സ്വീകരിച്ച കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ രാധ? ഇല്ല. ചിലർ പറയും ഭഗവാനൊരു വഞ്ചകനാണ്. എന്താ കാരണം? കൂടെ നടന്നവരെയൊക്കെ ഉപേക്ഷിച്ച് വലിയ ആൾക്കാരെ കിട്ടിയപ്പോൾ ഗോപികമാരെ തഴഞ്ഞിട്ട് പോയെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെയൊക്കെ അതിൻ്റെ അർത്ഥം വേറേതാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഗോപികമാർക്ക്. പറഞ്ഞൊരാശയം മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഭഗവാൻ വെണ്ണ കട്ടതാണോ അതോ ഗോപികമാരെ ഉദ്ധരിച്ചതാണോ? അപ്പം നമ്മൾ വളരെ കൃത്യമായി ഭാഗവതത്തെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താനുള്ള അറിവായി ഭാഗവതം മാറും. അതിൻ്റെ ഓരോ കഥകളും അമൃതതുല്യമായി ശ്രദ്ധയോടെ. ഇപ്പോൾ കേവലം നമ്മുടെ യജ്ഞത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് പറഞ്ഞു പോകുകയാണ്. അല്ലെങ്കിൽ പറയാനിരുന്ന ഇനിയും വെണ്ണയുടെ തല ഇങ്ങനെ പറയാം. ഇനി വെണ്ണയുടെ ഒരു തത്വം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ആ വെണ്ണ അവതരണം അങ്ങ് പൂർത്തീകരിക്കാം. ഇവിടെ മുമ്പേ പറഞ്ഞു, ഭൗതിക കാമനകളോട് ഇഴുകിച്ചേരാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു അല്ലേ? എന്താ ഈ വെണ്ണയ്ക്ക് ഈ അവസ്ഥയാണെന്ന് പറയാൻ കാരണം? വെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ നിന്നല്ലേ അല്ലേ? ഈ പാലിനോടൊപ്പം ജലം ചേർത്താലോ വെള്ളമൊക്കെ ചേർത്താൽ എന്തായിരിക്കും? പാല് വേറിട്ട് നിൽക്കുകയോ കൂടിച്ചേരുമോ? പാലെന്തായിരിക്കും? പാല് കൂടിച്ചേരും അല്ലേ? വെള്ളത്തിനോടൊപ്പം നല്ലതുപോലെ ലയിച്ച് ചേരും. ഇതേ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെണ്ണ, പാല് കടഞ്ഞെടുത്ത് തൈര് കടഞ്ഞെടുക്കുന്ന വെണ്ണ ശേഖരിക്കുന്നത് ആദ്യം ഏതിനകത്താണ്? വെള്ളത്തിലാണ്. ആ വെള്ളത്തിൽ വെണ്ണ എന്തേ കലർന്നു പോകാത്തത്? അല്ലേ? വെള്ളത്തിൽ കലരാറുണ്ടോ? കലർന്ന് പോവുക മാത്രമല്ല, പോയില്ല എന്നുള്ളത് മാത്രമല്ല, ആ വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഭൗതികമായ വസ്തുക്കളോട് ചേർന്ന്, കാമനകളോട് ചേർന്ന് നിൽക്കുന്ന ഭക്തൻ പടിപടിയായി ഭൗതിക കാമനകളിൽ ചേരാത്ത അവസ്ഥയെ പ്രാപിക്കണം. ബാഹ്യമായ മോഹങ്ങളിൽ നിന്ന് മുക്തി നേടി ബാഹ്യമായ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ ജീവിതത്തിൽ വേണം, വേണ്ടാന്നല്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ പതുക്കെ എന്ത് ചെയ്യണം? ഈ നേടിയ ഓരോ ആഗ്രഹങ്ങളും പരിപൂർണമായും എന്നും സുഖം തരാത്തതാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ പതുക്കെ നമ്മൾ അല്ലേ ഉപേക്ഷിച്ച് അനുഭവജ്ഞാനം കൊണ്ട് അതിനെ ഉപേക്ഷിച്ച് നമ്മൾ ഏതിലേക്ക് ഉയരണം? ആ ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ആദ്യം ചേർന്ന വസ്തുവിലോടൊക്കെ ചേരുന്നതിൽ നിന്ന് മാറി നിന്നത്. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഭക്തനായി അങ്ങനെയായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പണ്ട് ഏതിനകത്തൊക്കെ ചേർന്ന ആ വസ്തുക്കളൊന്നും നമ്മളിലേക്ക് വന്നാൽ എന്തില്ല? കൂടിച്ചേരില്ല.